സമ്പൂർണ്ണ സാക്ഷരത പോലെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. സർക്കാർ സേവനങ്ങൾക്കും പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നവരാണ് മുഴുവൻ ആളുകളും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കെ ഫോൺ പദ്ധതിക്ക് കേരളമാകെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഹൈസ്പീഡ് നെറ്റ് സൗജന്യ നിരക്കിൽ നൽകുന്നതിനൊപ്പം വേണ്ടത്ര റേഞ്ചില്ലാത്ത സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് സേവനം നൽകാനായി എന്നതാണ് കെ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. കെ ഫോൺ എന്ന വലിയ പദ്ധതി കേരളം എങ്ങനെ സ്വീകരിച്ചു? RDX റാപ്പ് കാണാം. സംസ്ഥാനത്ത് സമഗ്ര ഡിജിറ്റലൈസേഷൻ ലക്ഷ്യമിട്ട് 2019 കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെ ഫോൺ ആരംഭിക്കുന്നത്. അതിവേഗ ഇന്റർനെറ്റ് സൗജന്യ നിരക്കിൽ വീടുകളിലും ഓഫീസുകളിലും സ്കൂളിലും ലഭ്യമാക്കുന്നു എന്നതാണ് കെ ഫോണിന്റെ പ്രത്യേകത. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായാണ് കെ ഫോണിലൂടെ ഇന്റർനെറ്റ് സേവനം ലഭിക്കുന്നത്. എല്ലാ മേഖലകളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനായി എന്നതാണ് കെ ഫോൺ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം. വേണ്ടത്ര റേഞ്ച് ലഭിക്കാത്ത ഗ്രാമങ്ങളെ പോലും ഡിജിറ്റലൈസ് ചെയ്യാൻ കെ ഫോണിനായിട്ടുണ്ട്. ഇങ്ങനെ ഇന്റർനെറ്റ് ലഭിക്കാതെ വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും നഷ്ടമായ കേരളത്തിലെ അനേകം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകാനും കെ ഫോൺ പദ്ധതിക്ക് സാധിച്ചു. കേരളത്തിലെ ആദിവാസി മേഖലകളിലടക്കം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ സാധ്യമാക്കാനും പദ്ധതി സഹായകമായി. സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും സർക്കാരിന്റെ ഡിജിറ്റൽ സേവനങ്ങളുമായി ബന്ധിപ്പിക്കാനും കെ ഫോണിനായിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനത്തിന് പുറമെ OTT സേവനങ്ങളും ഇപ്പോൾ കെ ഫോണിൽ ആരംഭിച്ചിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദാംശങ്ങൾ നോക്കാം. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യവുമായിട്ടാണ് 2019 ഇത് ആരംഭിച്ചത്. കെ ഫോണിന് 2022 ആകുമ്പോഴേക്കും കേന്ദ്രത്തിൻ്റെ ISPB ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനുള്ള ലൈസൻസാണ് ഈ പറഞ്ഞ ലൈസൻസ്. അതിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേരളത്തിന്. 2024 ദേശീയ തലത്തിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകാനുള്ള ISPA ലൈസൻസും ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദേശീയ തലത്തിലും പ്രവർത്തിപ്പിക്കാം. 2024 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് നാഷണൽ ലോങ് ഡിസ്റ്റൻസ് ലൈസൻസ് 2024 കെ ഫോണിന് കിട്ടി. ഇതോടെ പോയിന്റ് ടു പോയിന്റ് കണക്ടിവിറ്റി, BPN, MPLS എന്നിവ നൽകാനുള്ള അധികാരവും ഇപ്പോൾ കെ ഫോണിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 1.5 ലക്ഷത്തോളം കണക്റ്റിംഗ് ദി അൺകണക്ട് പദ്ധതിയിലൂടെ കോട്ടൂർ, പന്തലാടിക്കുന്ന്, അട്ടപ്പാടി മേഖലകളിലടക്കം കണക്ഷൻ കൊടുക്കാൻ കെ ഫോണിന് സാധിച്ചു. മൊബൈൽ നെറ്റ്വർക്ക് പോലും ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും കെ ഫോൺ കണക്ഷൻ നൽകുന്നുണ്ട് എന്നതാണ് കാണുന്നത്. നെറ്റ്വർക്ക് ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന വയനാട് പേരിയ 34 മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നടപടിയുണ്ടായി എന്ന് കെ ഫോണിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അറിയിക്കുന്നു. കെ ഫോൺ വഴി ഇൻ്റർനെറ്റ് സേവനത്തിന് പുറമെ OTT സേവനവും ലഭ്യമാക്കുന്നുണ്ട്. പലയിടങ്ങളിലും അത് ലഭിക്കുന്നു. ഇതിലൂടെ 29 OTT പ്ലാറ്റ്ഫോമുകളും 350-ലധികം ഡിജിറ്റൽ ചാനലുകളും കെ ഫോണിലൂടെ ലഭിക്കും. ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം ലൈറ്റ്, സോണി ലിവ്, C5 തുടങ്ങിയവ ലഭിക്കുന്നുണ്ട്. മറ്റ് പല പ്രൊവൈഡേഴ്സിന് പോലെ എന്ന പോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നീ പ്രധാനപ്പെട്ടത് കൂടെ ലഭ്യമാക്കുന്നത് ആലോചനയിലുണ്ട്. ഇൻ്റർനെറ്റ് തുകയ്ക്ക് പുറമെ മറ്റൊരു പാക്കേജ് കൂടി എടുത്താൽ OTT ലഭ്യമാകും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ സിനിമ, വെബ് സീരീസ് തുടങ്ങിയവ ഈ പറയുന്ന വളരെ റിമോട്ടായ സ്ഥലങ്ങളിൽ കൂടെ കിട്ടുന്നു എന്നതാണ് കെ ഫോണിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ എല്ലായിടത്തും അത് എത്തിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇതിൻ്റെ വാർത്തകൾ അങ്ങനെ വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ കെ ഫോൺ നല്ല നിലക്ക് പ്രവർത്തിക്കുകയാണ്. അല്ല, ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 വർഷമായുള്ളൂ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിനിടയ്ക്ക് ഈ 2 വർഷം കൊണ്ട് 1,49,00,000 രൂപയുടെ ലാഭം നേടി ഈ കമ്പനി. അടിസ്ഥാനപരമായി ഈ കമ്പനി എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണ്? ഇങ്ങനെ ഭയങ്കര ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല. ഒന്ന്, ഇൻ്റർനെറ്റ് ഒരു അവകാശമാണ് കേരളത്തിൽ പൗരൻ്റെ. കേരളം മാത്രമാണ് ആ കാര്യത്തിൽ ആദ്യം തന്നെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാനം. അപ്പോൾ ആ അവകാശം ഉറപ്പാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. ആ നിലയ്ക്ക് നോക്കിയാൽ ഏതാണ്ട് 14,195 സൗജന്യ കണക്ഷനൊക്കെ ഈ ഘട്ടത്തിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റർമാർ വഴി വരുന്നുണ്ട്. ഇനി അതിനകത്ത് വേറൊരു വലിയ കൗതുകകരമായ കാര്യം എന്ന് വെച്ചാൽ, വലിയ വമ്പന്മാരായ പല സർവീസ് പ്രൊവൈഡേഴ്സും യഥാർത്ഥത്തിൽ കെ ഫോണിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പേര് പലതിലായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക, പക്ഷേ കെ ഫോൺ ആയിരിക്കും. അത് ഞാനധികം അത് അന്വേഷിക്കാൻ കാരണം, ഈ പറയുന്ന 32,000 കിലോമീറ്ററിൻ്റെ ഇത് കേബിൾ വലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഉണ്ടാവേണ്ടതാണല്ലോ. പക്ഷേ അതെങ്കിലും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ആലോചിച്ചത്. പക്ഷേ മറ്റെല്ലാ പ്രധാനപ്പെട്ട പല വമ്പന്മാരും ഇത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് കൊള്ളാം. അതെ. പഠനം ഓൺലൈനായ ആളുകൾ വർക്ക് ഫ്രം ഹോം ചെയ്ത കൊറോണ കാലം നമ്മൾ മറന്നു കാണില്ല. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മിക്ക വീടുകളിലും മിക്ക ഗ്രാമങ്ങളിലും റേഞ്ച് ഇല്ല എന്നതായിരുന്നു. അവരിലേക്കെല്ലാമാണ് സർക്കാർ കെ ഫോൺ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ആദിവാസി ഊരുകളിലും വയനാട്ടിലെ പേരിയ 34 പോലെ തീരെ റേഞ്ചില്ലാത്ത പ്രദേശങ്ങളിലുമെല്ലാം ഇന്ന് കെ ഫോൺ ഉണ്ട്. കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും എല്ലായിടത്തും ഇൻ്റർനെറ്റ് സേവനം നൽകാനായി എന്നതാണ് കെ ഫോണിൻ്റെ വിജയം. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ
ഒരു ഇൻ്റർനെറ്റ് വിപ്ലവം നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിരിക്കുന്നു. ഇതുവരെ 1.5 ലക്ഷത്തോളം ഉപഭോക്താക്കളും 1.5 കോടി രൂപയിലധികം ലാഭവും കെ ഫോണിന് സ്വന്തമാക്കാനായി എന്നത് ചെറിയൊരു നേട്ടമല്ല. പ്രവർത്തനം ആരംഭിച്ച് 2 വർഷത്തിനകമാണ് ഈ നേട്ടങ്ങളെല്ലാം എന്നതും ശ്രദ്ധേയമാണ്. ഈ വർഷം അവസാനത്തോടെ 2.5 ലക്ഷം കണക്ഷനുകൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് കേരളത്തിൻ്റെ ഡിജിറ്റൽ വിപ്ലവം.